കൊച്ചിയിൽ ഇന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു. 95,000 രൂപയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിക്ക് നഷ്ടമായത്. വെർച്വൽ അറസ്റ്റിലൂടെ 2,88 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. തുടർച്ചയായ 4ാം ദിവസവും കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. FM റേഡിയോയുടെ കസ്റ്റമർ കെയർ മെസ്സേജ് എന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ലിങ്ക് അയച്ചു നൽകിയത്. പരാതിക്കാരി ലിങ്കിൽ കയറിയതിനു പിന്നാലെ അക്കൗണ്ടിലുണ്ടായിരുന്ന 95,000 രൂപ നഷ്ടമായി. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു. 24 പുറത്തുവിട്ട വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു 25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ ആൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. കേസിന്റെ റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്, ആവശ്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ജെറ്റ് എയർവേസ് അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88 ലക്ഷം രൂപ സൈബർ കൊള്ളക്കാർ തട്ടിയെടുത്തത്. ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയ കേസിലും അന്വേഷണം ഊർജിതമാണ്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. വാർത്തകളും ബോധവൽക്കരണവും നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സൈബർ കൊള്ളക്കാരുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കാണുന്നത്. പരിശോധനകളും അന്വേഷണങ്ങൾക്കും അപ്പുറം വേണ്ടത് ജാഗ്രതയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.